നിന്റെ ഭാര്യമാരിൽ നിന്ന് നീ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ, ചില പെണ്ണുങ്ങളുടെ സ്വഭാവം ഭാര്യമാരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ, ആ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ എന്തായിരിക്കണം നിന്റെ സമീപനം ആ ഭാര്യയോട്? ആദ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു, അവൾക്ക് നീ നല്ല ഉപദേശം നൽകണം. ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ചൂടായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയി, എടുത്ത പടിയിൽ അങ്ങോട്ട് ചാടി അടിയും കൊടുത്ത് എന്റെ വീട്ടിൽ പോയി, എന്നെ എനിക്ക് ഇനി വേണ്ട, എന്നെ ഒടുക്കത്തെ തലാക്കല്ലേ ഇരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് തലാക്ക് ചെല്ലണ്ട. ഉപദേശിക്കണം. ചില പെണ്ണുങ്ങളാണ് നിന്റെയും മുറുമുറുപ്പൊക്കെ കാരണം ചില സമയത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു, എത്രത്തോളം സ്നേഹമാണെങ്കിലും, കാരണം നമ്മൾ അത്രത്തോളം പീഡനങ്ങളാണ് അവരോട് കാണിക്കുന്നത്. പിന്നെ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കാൻ പാടുണ്ടോ? അതാണ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ വറളിയ മിൻഹാ ആഖർ. നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരോട് ചൊറിഞ്ഞ വർത്താനം പറയരുത്. ഫറക്കാന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു തന്നെയാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മോനങ്കൽ, ഇങ്ങേർക്ക് ഒരു ജോലിയില്ല, ഇങ്ങനെ മോനങ്കൽ തന്നെ വന്നിരുന്നു. ഇങ്ങേർക്ക് എന്തെല്ലാം ബിരിയാണിക്ക് വേണമെങ്കിൽ ബിരിയാണി വെച്ചു കൊടുത്ത്, മട്ടൻ ചാപ്സ് വെച്ചു കൊടുത്ത്, കോഴിയെ ഫ്രൈ ചെയ്ത് കൊടുത്ത്, ചമ്മന്തി രസം വേണമെന്ന് അതും വെച്ച് കൊടുത്ത്, പിന്നെയും മുനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങേർക്ക് പിന്നെ എന്താ വെച്ച് കൊടുക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അവരിത്രയൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് മുനങ്ങിയ വർത്താനം പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? മോളെ സബീന, ഡേ ഞാൻ നിന്റെ ഭർത്താവല്ലടേ, നീ എന്തിനാടെ എന്നോടൊക്കെ ഇങ്ങനെ ചൂടാവുന്നത്? ഉപദേശം. ഇച്ചിരി ജിലേബിയും ലഡു ഒക്കെ മേടിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെട്ടൊക്കെ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പറയണം, ഓ അമ്പോ ഹൂകമം കാക്ക മലന്ന് പറക്കും. ആ മോളിൽ പോയി നോക്കിയാൽ മതി, കാക്കയുടെ മോളിൽ പോയി നോക്കിയാൽ കാക്ക മലന്ന് പറക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ നമ്മളെ കളിയാക്കിയിട്ടൊക്കെ പറയും. അപ്പൊ നമ്മളവിടെ ഉപദേശിക്കണം. ഇല്ല, ഉപദേശം നൽകി, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്റെ ഭർത്താവല്ലേ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഞാൻ രാവിലെ MIT ഒക്കെ ആയിട്ട് എത്ര വെയിൽ കൊണ്ടുപോകുന്നു, എവിടെല്ലാം കറങ്ങിയിട്ടാണ് നിനക്ക് ഞാൻ ഈ ഒരു ആഹാരം മേടിച്ചുകൊണ്ട് തരുന്നത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നീ അതുകൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയല്ലേ. നല്ല ഉപദേശം, നല്ല ഉപദേശം. ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കും, ശരിയാ, എൻ്റെ ഇക്കായെ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു, എൻ്റെ ഇക്ക മരിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളതൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണത്. പെണ്ണ് സ്വീകരിക്കട്ടെ, പെണ്ണ് മനസ്സിലാക്കട്ടെ. ശരിയായില്ല, 2-3 ദിവസമൊക്കെ കളിക്കളിയാറായി, പിന്നെ ഉപദേശിച്ചു നോക്കി, കബൂലാവുന്നില്ല. പിന്നെയും കുഴല് സുന്ദരിപ്പിനകത്ത് വെച്ചാല് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം. കിടക്കയിൽ നിന്ന് മാറിക്കിടക്കണം. വീട്ടിൽ വെച്ച് എന്നെ മിണ്ടാതിരിക്കണം. വീട്ടിൽ വെളിയിറങ്ങി പോകുമ്പോ മിണ്ടിട്ടേ പോകാവേ. ചിലപ്പോ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന വഴിയിലെങ്ങാനും വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ അല്ലാഹ് കാക്കട്ടെ, ഭാര്യയുമായി ഭർത്താവുമായി ബന്ധമില്ലാതെ മിണ്ടാട്ടമില്ലാതെ ഉരിയാട്ടമില്ലാതെ മരണപ്പെട്ടു പോയാൽ അവർ നരകത്തിലാണ്. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലാണ്. ഒരു ഭാര്യ മരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭർത്താവുമായി ഒരു പൊരുത്തക്കേടുണ്ടായി എങ്കിൽ അവൾ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാകാൻ പാടില്ല. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ മിണ്ടാതിരുന്നോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ സലാം ചൊല്ലി പുറത്തേക്ക് പോയിക്കോ. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റൂല, കാരണം ഇവളുടെ പീഡനം അത്രത്തോളായിരുന്നു. അടിയുടെ ഊക്ക് ഭയങ്കരമായിപ്പോയി. ഒരൊറ്റ ഒരെണ്ണം വെച്ചെങ്കിൽ തന്ന്, പക്ഷെ അടി ഭയങ്കരമായിപ്പോയി. അപ്പൊ അതുകൊണ്ട് മിണ്ടാൻ തോന്നില്ല. എങ്കിലും ഇറങ്ങി പോകുമ്പോ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് പോയാലേ അൽഹംദുലില്ലാ, അപ്പൊ മിണ്ടിയത് പോലൊക്കെ തന്നെ. നീ എങ്ങാനും പോയിട്ട് മരിച്ചു പോയാലോ, അപ്പൊ രണ്ടുപേരുടെ തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളുമായി വിട പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല, വിട്ടുപിരിയാൻ പാടില്ല. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം നീ ഒന്ന് ചെയ്ത് നോക്ക്. ഒരുമിച്ച് കിടക്കരുത്, ബെഡ്റൂമിൽ നിന്ന് മാറിക്കിടക്കണം, അടുത്ത മുറിയിൽ. അല്പമെങ്കിലും നിന്നോട് സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ തീർച്ച ഇവൾ നിന്നെ തിരക്കി നീ കിടക്കുന്ന ഭാഗത്തേക്ക് വരും. 10-15 ദിവസം കിടന്നിട്ടും അവക്ക് സുഖം, ഇങ്ങോട്ടെങ്ങും തിരിഞ്ഞു നോക്കുന്നുമില്ല, നമ്മുടെ മുറിയിൽ അവള് കൊട്ടുന്നുമില്ല, അവള് ആള് ഇല്ലെത്തിയാൻ തോന്നല്ലോ എന്ന് മനസ്സിലാക്കിയ ഒരു പൊട്ടാസ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരടി എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാനെ
അല്ല, കയ്യിൽ തഴമ്പുള്ളവരെ വെച്ച് വീക്കുന്ന പോലെ വീക്കിയേക്കല്ലേ, എന്നാ പിന്നെ ഒന്നും അതിന് കാണൂല, കഷ്ടം. അത് കൊള്ളാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പിന്നെ ഇവത്തുങ്ങളുടെ ഈ വായിന്ന് വരുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാ എന്ന് 32 നേതാക്കന്മാരെ ഒറ്റ അടിക്കകത്താക്കളെ ആ നിലയ്ക്കുള്ള അടിയാണ്. അങ്ങനെ അടിക്കല്ലേ പെണ്ണിനെ അടിക്കല്ലേ. ഗൈറ മുബർരിഹ്, പൊട്ടാത്ത അടി അടിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പൊട്ടാത്ത അടി അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചെടുക്കല്ല. അങ്ങനെ എടാ എന്താ എന്നാ ഇവിടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടും. ചില പണ്ഡിതന്മാർക്ക് പറഞ്ഞത് തുണി വെച്ച് അടിക്കണമെന്ന്. തുണിയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് ഇപ്പൊ എവിടെ നോവാനാ? ഞാൻ പറഞ്ഞ തുണി നനച്ചിട്ട് ഒരെണ്ണം കൊടുക്കണം, അപ്പൊ ഉഷാറായിരിക്കും. ഇനി നനച്ചിട്ട് കൊടുക്കണമെന്ന് വല്ലതും പറഞ്ഞത് നനവെന്നുള്ളത് മറന്നുപോയോ വിട്ടുപോയോ എന്നറിയില്ല. തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചാൽ എന്താ, പൊടി പോലും ഇന്ന് തുണി വെച്ച് അടിച്ചാൽ പോകൂല. അപ്പൊ അതൊരു താക്കീത്. ചില പെണ്ണുങ്ങൾക്ക് 2 പൊട്ടീര് കൊടുക്കാതെ നന്നാവുകയില്ല. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ പോലും ഉമറിന്റെ ഭാര്യ പോലും ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. കയർത്ത് സംസാരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹിക്ക വയ്യാത്തൊരു കാര്യമാണ്. ഒരു ദിവസം ഇങ്ങനെ നീ ആരോടാടി കയർത്ത് സംസാരിക്കുന്ന അറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഉമറിന്റെ ഭാര്യ പറഞ്ഞു, ഓ ഞാനിപ്പോ ഇങ്ങടുത്ത് കയർത്ത് സംസാരിക്കുന്ന വലിയ കാര്യം, പ്രവാചകന്റെ പത്നിമാര് പോലും കയർത്ത് സംസാരിക്കുന്നു. പിന്നെ അത് കേട്ടപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ഒപ്രാളായി പോയി. പ്രവാചക പത്നി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ മകളുമുണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. നേരെ ഹഫ്സ റളിയല്ലാഹു തആല അടുക്കലേക്ക് പോയി, ഹഫ്സ നീ പ്രവാചകനോട് കയർത്ത് സംസാരിക്കുമോ? ചിലപ്പോ ഞങ്ങൾ എന്തേലൊക്കെ ദേഷ്യം വരുമ്പോ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞു പോകും, പക്ഷെ വൈകിട്ട് അങ്ങ് സോൾവ് ആവും ഞങ്ങളങ്ങ്. ഇനി മേലിലെങ്ങാനും പ്രവാചകന്റെ മുഖത്ത് നോക്കി വല്ലത് നീ സംസാരിച്ചാൽ പിന്നെ ഉമറിന്റെ തനിനിറ നീ കാണും. ഇനി മേലിൽ ഹബീബിനോട് ഒരു കാര്യം നീ ചോദിച്ചു പോകരുത്. നിനക്ക് ഇഷ്ടമുള്ളത് സല്ലി നീ എന്നോട് ചോദിക്ക്, ഞാൻ തരും. നിന്റെ വാപ്പയാണ് ഞാൻ, എനിക്ക് സ്വത്തുണ്ട്, ആ സ്വത്തിൽ നിന്ന് എനിക്ക് ഞാൻ തരും. നീ ഇനി മേലിൽ ഹബീബിന്റെ അടുക്കലേക്ക് പോയി ചൂടാവുകയോ ചോദിക്കുകയോ ചെയ്യരുത്. കണ്ട, ഇതാണ് വാപ്പമാരുടെ ഉത്തരവാദിത്തം. ഭർത്താവിന് നേരെ പെണ്ണ് വല്ല ചാട്ടവും നടത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് വാപ്പിച്ച അയാളെ എനിക്ക് ഇഷ്ടമല്ല, അയാളെ അടിക്കുന്നു ഇടിക്കുന്നു കുത്തുന്നു ഒക്കെ പറയുമ്പോ ഇയാൾ ഇവിടുന്ന് 5-6 വാടക ഗുണ്ടകളെയും കൊണ്ടുപോയി അയാളെ അടിക്കലല്ല വേണ്ടത്. പെണ്ണിന്റെ പിതാവ് മനസ്സിലാക്കണം, ആരുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് മനസ്സിലാക്കണം. ആദ്യം പെണ്ണിന്റെ പിതാവ് അവളെ വിളിച്ച് ഉപദേശിക്കണം, മോളെ കല്യാണമാണ്, ഞാനും പെണ്ണ് കെട്ടിയിട്ടൊക്കെയാ നീ വന്നത്, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം ഇവിടെ ലോകത്ത് ആർക്കുമില്ല. പറഞ്ഞുകൊണ്ട് പ്രവാചക പത്നിമാര് പോലും തർക്കമുണ്ടായിട്ടുണ്ട്, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയ ചരിത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, നല്ല ഉപദേശം നൽകി കൊടുക്കണം പിതാവ്. അതല്ലാതെ മകള് വന്ന് നെഞ്ചത്തടിച്ചോണ്ട് 2 കരച്ചിൽ പറയുമ്പോഴത്തേക്ക് വാപ്പ ഇതും കേട്ടിട്ട് കുറെ വാടക ഗുണ്ടകളെയും കൊണ്ടുപോയി ആ ഭർത്താവിനെ അടിക്കലല്ല സംസ്കാരം. പെണ്ണിനെ ഉപദേശിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റവുമായിട്ട് പോയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയും, അഷ്കു അന്നക, ഞാൻ എന്റെ വാപ്പാടത്തുങ്ങളെ കുറിച്ച് പറയും, നിങ്ങൾ എന്നോട് അത്രയ്ക്കും പീഡനങ്ങളാണല്ലോ കാണിച്ചു. ഒന്നുമില്ല, എന്തോ ഇത്തിരി കയർത്തൊന്ന് സംസാരിച്ചു. ചില സ്നേഹമുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒന്ന് കയർത്ത് സംസാരിക്കുമോ പിന്നെ കരച്ചിലാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച മയ്യത്ത് നോക്കിയിട്ട് എങ്ങനെ കിടന്ന് കരയോ അതേപോലെ കരച്ചിലാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു പതുക്കെ പിറകെ പോയി, എന്താ പറയുന്നതെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. പതുക്കെ പോയി ഒളിച്ചു നിന്നിട്ട് നബിയെ ഒപ്പിച്ച എന്നോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു, ഒപ്പിച്ച വല്ലാത്ത ചില സമയത്തൊക്കെ മുഖം കറുപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു, വാപ്പിച്ച എനിക്കൊരു വല്ലാത്ത പേടി പോലെ എന്നൊക്കെ ഇങ്ങനെ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തലോടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വസ്മഈ, മോളെ നീ കേൾക്കണം, അത് നിന്റെ ഭർത്താവാണ്, ആ ഭർത്താവിനോട് നിനക്ക് ഒരുപാട് കടപ്പാടുണ്ട് മോളെ. ഒരു ഭർത്താവിന് നീ എത്രത്തോളം കടപ്പാടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അല്ലാഹു അല്ലാതെ ഒരു മഖ്ലൂക്കിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഒരു അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ സഹോദരിമാരോടും അവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം ഉത്തരവാദിത്തം
ഉത്തരവാദിത്തമാണ് ഭർത്താക്കന്മാരോട് എല്ലാ ഭാര്യമാർക്കുമുള്ളത്. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വല്ല ന്യൂനതകളും വന്നു പോയാൽ അതെല്ലാം ക്ഷമിക്കണം മോളെ ഫാത്തിമ, സഹിക്കണം മോളെ ഫാത്തിമ. ഭർത്താവിന്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കല്ലേ ഫാത്തിമ. നല്ല ഉപദേശങ്ങൾ കുറെയൊക്കെ നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല വാപ്പ, ഇനി മേലിൽ നീ എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല, ഞാൻ മിണ്ടൂല, ഞാൻ ബുദ്ധിമുട്ടിക്കൂല, ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി. അലി റളിയല്ലാഹു അൻഹു പിറകെ വന്നു ഫാത്തിമയുടെ അടുക്കലായിട്ട് വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ വാ ഇവിടെ, ഇനി മേലിൽ ഞാൻ നിന്നെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നീ നമ്മളൊക്കെ ഒരു ചെറിയ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു പറഞ്ഞിട്ട് നീ അങ്ങനെ ഓടിപ്പോട്ടി പരാതിന്റെ വീട്ടിൽ കൂടി പറയേണ്ട കാര്യമുണ്ടോ? നീ മേലിൽ ഞാൻ ഒന്നും പറയില്ല. പാവം അറിവില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞുപോയി പക്വതക്കുറവ് കൊണ്ട്. അലി റളിയല്ലാഹു അൻഹു മാപ്പ് പോലെ ഫാത്തിമ ബിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒന്നും നിന്നെ പറയുകയില്ല, നിന്നോട് ഞാൻ ദേഷ്യപ്പെടുകയില്ല. ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി മേലിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുകയില്ല എന്നും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ